സൂസൻ മെസ്സേജിൻ്റെ ഈ ആഴ്ചയിലെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുമായിരുന്നു, കഴിഞ്ഞ ശനിയാഴ്ച ജീസസ് എനിക്ക് പാട്ട് തന്നു, അത് ഞാൻ ഈ ആഴ്ച പാടി കേൾപ്പിക്കാമെന്ന് പറയും. ഒരു വിധത്തിലൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത് ആ പാട്ട് തന്ന അതേ സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായപ്പോൾ ഞാൻ വിട്ട് കളഞ്ഞു പല പ്രാവശ്യം. എനിക്ക് തന്നെ എന്തോ ഒരു വല്ലാത്ത ഒരു വിഷമം തോന്നി. കാരണം ഇത്ര വെച്ചത്തിനായ ദൈവം ആ ഒരു സിറ്റുവേഷൻ അതെന്ന് ചോദിച്ചാൽ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ കർത്താവ് പാട്ട് തന്നു. അങ്ങനെ ഞാൻ പല പ്രാവശ്യം ഞാൻ വിട്ട് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ എന്തോ അത് വിട്ട് കളഞ്ഞില്ല. അപ്പോൾ 4-8 വരി ആ ഒരു സിറ്റുവേഷനിൽ തന്നു. അപ്പോൾ കർത്താവ് പറയുന്നത് ചോദിച്ചാൽ നമ്മളെ കർത്താവ് സൃഷ്ടിച്ചത് ഉടുപ്പില്ലാത്തവരായിട്ടാണ്. അത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയുക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം പറയുന്നത്, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിർമ്മലയും ആകണേ ലോകസ്ഥാനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പം ലോകസ്ഥാനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തത് നമ്മൾ കർത്താവ് ഉടുപ്പില്ലാത്തവരായിട്ടാണ്. നമ്മളെ തേജസ്സിൻ്റെ വസ്ത്രം ധരിപ്പിച്ച് നമ്മളെ സൃഷ്ടിച്ച് കർത്താവ് നമ്മളെ ആ പുണ്യതിരുമാറിൽ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം നമുക്ക് ലോകത്ത് ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടാണ് കർത്താവ് നമ്മളെ ബാഹ്യലോകത്തിൽ പ്രദർശിപ്പിച്ചത്. അപ്പോൾ കർത്താവ് പറയുന്നതാണ്, നമ്മളെ പറഞ്ഞ നഗ്നായി ഞാൻ ലോകത്തിൽ വന്ന് നഗ്നായി തന്നെ പോകുമേ. അപ്പോൾ കർത്താവ് നമ്മളെ കണ്ടത് ഉടുപ്പില്ലാത്തവരായിട്ടാണ് എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ കർത്താവ് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ മനസ്സ് കുറച്ച് ഫ്രീ ആയിരിക്കും. അപ്പോൾ കിച്ചണിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, ജോലി ചെയ്യാനുണ്ട്. ഇതാകുമ്പം അങ്ങനെയൊന്നുമില്ലല്ലോ. എന്തായാലും ആ ഒരു സിറ്റുവേഷനിൽ ഇന്നും അതേ സിറ്റുവേഷനിൽ കർത്താവ് സോങ് വന്നു. അപ്പം കർത്താവിന് എന്താണിത് നമുക്ക് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിന് ഇതൊന്നും നമ്മുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളൊന്നും കർത്താവിന് പ്രശ്നമേ ഇല്ല. എൻ്റെ മനസ്സ് അപ്പോൾ ഫ്രീ ആകുന്നു, അത് മാത്രമേ ഉള്ളൂ. കർത്താവ് നോക്കുന്നത് നമ്മുടെ മനസ്സും നമ്മുടെ കൈയും, അത്രയേ ഉള്ളൂ. നമ്മുടെ നിർമ്മലമായ ഹൃദയം മാത്രമേ കർത്താവ് നോക്കുന്നുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ മറ്റ് വിഷയങ്ങളൊന്നും കർത്താവിനൊരു പ്രശ്നമേ അല്ല. ഇതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആഴ്ചയാണ്, കഴിഞ്ഞ ആഴ്ച 2-3 വെറൈറ്റി സോങ് ആയിരുന്നു. ഈ ആഴ്ചയാണെങ്കിൽ ഒരേ കാറ്റഗറിയിൽപ്പെട്ട 3 സോങ്ങാണ് തന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ തീമെന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മളെ നടത്തി പരിപാലിക്കുന്ന, പോറ്റി പുലർത്തുന്ന ആ ഒരു തീമാണ് ആ 3 സോങ്ങിലും. ഈ 3 സോങ്ങിൽ അവിയിൽ കുഴഞ്ഞ പോലെ കുഴഞ്ഞു കിടക്കുകയായിരുന്നു. എനിക്ക് തന്നെ ഒരു കൺഫ്യൂസ്ഡായിപ്പോൾ. ഞാൻ തന്നെ ഇത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് ഇതെങ്ങനെ ഓരോന്നും റെഡിയാക്കുന്നുള്ള. അങ്ങനെ 2ാമത്തെ സോങ് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഒരു ദിവസം രാത്രി 11:35 ആയപ്പോഴാണ് അടുത്ത സെക്കൻഡ് സോങ് തന്നത്. അങ്ങനെ രാത്രിയിലൊക്കെയാണ്, ചില ദിവസങ്ങളിൽ ഉറക്കമൊന്നുമില്ല. അങ്ങനെ കർത്താവിൻ്റെ വയലിൽ ഞാനും അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസമൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. കേന്ദ്രത്തിൻ്റെ പെർമിഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഉറങ്ങാനൊക്കെ കഴിയുകയുള്ളൂ. അങ്ങനെ കർത്താവ് തന്ന ആദ്യത്തെ ഗാനം ഒരു തരത്തിൽ ഒന്ന് പാടി നോക്കാം. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ. അതാണ് നമ്മളെ കർത്താവ് ഓരോ ദിവസവും നമ്മളെ കരുതി നടത്തുന്നു, പോറ്റി പുലർത്തുന്നു, വേണമെന്നതെല്ലാം നമുക്ക് തന്ന് നമ്മളെ ഓരോ ദിവസവും കർത്താവ് വഴി നടത്തുന്ന ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ, കരുതലിന് മുൻപിൽ ഒരിക്കൽ കൂടി അന്ന് ഹൃദയത്തോടു കൂടി നമുക്ക് വീണ്ടും പാടാം, എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ, എന്നെ എന്നും വഴി നടത്തും കർത്തൻ നീ. ഈ ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടിയാവാതെ, ഈ ലോകത്തിൻ മായകളിൽ ഞാൻ മങ്ങിമയങ്ങാതെ, എന്നെ താങ്ങി നടത്തും, എന്നെ കരുതി നടത്തും കർത്തൻ നീ. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ, എന്നെ എന്നും വഴി നടത്തും കർത്തൻ നീ. ഈ ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടിയാവാതെ, ഈ ലോകത്തിൻ മായകളിൽ ഞാൻ മങ്ങിമയങ്ങാതെ, എന്നെ താങ്ങി നടത്തും, എന്നെ കരുതി നടത്തും കർത്തൻ നീ. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ, എന്നെ എന്നും വഴി നടത്തും കർത്തൻ നീ. പ്രലോഭനങ്ങൾ വന്നാലോ വീഴുകില്ല, തകർച്ചകൾ വന്നാലോ തകരുകില്ല, വീഴ്ചകൾ വന്നാലോ താഴുകില്ല, അനർത്ഥങ്ങൾ വന്നാലോ ഭവിക്കുകയില്ല. പ്രലോഭനങ്ങൾ വന്നാലോ വീഴുകില്ല, തകർച്ചകൾ വന്നാലോ തകരുകില്ല, വീഴ്ചകൾ വന്നാലോ താഴുകില്ല,
അനർത്ഥങ്ങൾ വന്നാലോ ഭവിക്കുകയില്ല. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ, എന്നെ എന്നും വഴി നടത്തും കർത്തൻ നീ. ഈ ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടിയാവാതെ, ഈ ലോകത്തിൻ മായകളിൽ ഞാൻ മങ്ങിമയങ്ങാതെ, എന്നെ താങ്ങി നടത്തും, എന്നെ കരുതി നടത്തും, എന്നെ താങ്ങി നടത്തും, എന്നെ കരുതി നടത്തും കർത്തൻ നീ. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ, എന്നെ എന്നും വഴി നടത്തും കർത്തൻ നീ. ബന്ധുമിത്രാദികൾ ഒറ്റപ്പെടുത്തിയാൽ, ബന്ധനം നൽകുവാൻ ശത്രു വന്നാൽ, ബന്ധുമിത്രാദികൾ ഒറ്റപ്പെടുത്തിയാൽ, ബന്ധനം നൽകുവാൻ ശത്രു വന്നാൽ, ബന്ധനം എന്നെ തൊടുകയില്ല. ബന്ധുവായ അവനെന്നും കൂടെയുണ്ടേ. ബന്ധുമിത്രാദികൾ ഒറ്റപ്പെടുത്തിയാൽ, ബന്ധനം നൽകുവാൻ ശത്രു വന്നാൽ, ബന്ധനം എന്നെ തൊടുകയില്ല. ബന്ധുവായ അവനെന്നും കൂടെയുണ്ടേ. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ, എന്നെ എന്നും വഴി നടത്തും കർത്തൻ നീ. ഈ ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടിയാവാതെ, ഈ ലോകത്തിൻ മായകളിൽ ഞാൻ മങ്ങിമയങ്ങാതെ, എന്നെ താങ്ങി നടത്തും, എന്നെ കരുതി നടത്തും, എന്നെ താങ്ങി നടത്തും, എന്നെ കരുതി നടത്തും കർത്തൻ നീ. എന്നെ എന്നും കരുതി നടത്തും കർത്തൻ നീ, എന്നെ എന്നും വഴി നടത്തും കർത്തൻ നീ.